നമസ്കാരം. എല്ലാവർക്കും എൻ്റെ അക്കൗണ്ടിംഗ് ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കുറെ അക്കൗണ്ടിംഗ് ടേംസ് പഠിച്ചു. അതിൻ്റെ ബാക്കിയാണ് ഇന്ന് പഠിക്കാൻ പോകുന്നത്. ആദ്യത്തെ അസറ്റ്സ്. എന്താണ് അസറ്റ്സ്? അസറ്റ്സ് എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ ആസ്തികൾ. സിമ്പിൾ ലാംഗ്വേജിൽ പറഞ്ഞാൽ അസറ്റ്സ് ആർ വാട്ട് വി ഓൺ. ഇപ്പം മിസ്റ്റർ എ ഈ ആൾക്ക് ഇന്ന് എത്ര ആസ്തി ഉണ്ടെന്ന് ചോദിച്ചാൽ നമ്മൾ അയാളുടെ പേരിലുള്ള എല്ലാ അസറ്റ്സിന്റെയും വാല്യൂ എടുക്കും. അയാൾക്ക് ഒരു വീട് ഉണ്ടെന്ന് വെക്കുക. അപ്പോൾ ബിൽഡിങ്ങിന് ഒരു 30 lakh rupees ആണ് അതിന്റെ വാല്യൂ. അതുപോലെ ഒരു കാർ ഉണ്ടാവും, അതിനൊരു 4 lakh ആണെന്ന് വെക്കുക. അതുപോലെ അയാളുടെ ബാങ്കിൽ ഒരു 1 lakh rupees കിടക്കുന്നുണ്ട് അയാളുടെ പേരിൽ. അതുപോലെ കയ്യിൽ ക്യാഷ് ആയിട്ട് ഒരു 10,000 rupees ഉണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ടോട്ടൽ ആണ് അയാളുടെ ആസ്തി. അതുപോലെ റിസോഴ്സസ് that the business entity owns that has a monetary value. അതാണ് ബിസിനസ് എൻറ്റിറ്റിയുടെ അസറ്റ്സ്. അപ്പോൾ ആ റിസോഴ്സസ് ഈ ബിസിനസ് എൻറ്റിറ്റി ഓൺ ചെയ്യുന്നുണ്ടാവണം. ബിസിനസ് എൻറ്റിറ്റി ആണ് ഓൺ ചെയ്യേണ്ടത്, ഓണർ അല്ല. അതെപ്പോഴും ശ്രദ്ധിക്കണം. ആൻഡ് ദാറ്റ് ഹാസ് എ മോണിറ്ററി വാല്യൂ. മോണിറ്ററി വാല്യൂ എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചായിരുന്നു. അത് മോണിറ്ററി ടേംസിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റണം, റുപ്പീസും പൈസയും ഒക്കെ ആയിട്ട്. ഫോർ എക്സാമ്പിൾ, ഒരു ബിൽഡിംഗ്, ഒരു ബിസിനസ് തുടങ്ങാൻ, പ്രൊഡക്ഷൻ നടത്താൻ, അല്ലെങ്കിൽ എവിടെ നിന്നാണോ സെയിൽ നടത്തുന്നത്, അതിനൊക്കെ ഒരു ബിൽഡിംഗ് ആവശ്യമുണ്ട്. ആ ബിൽഡിംഗ് ആ എൻറ്റിറ്റി ഓൺ ചെയ്യുന്നതാണെങ്കിൽ അത് അവരുടെ അസറ്റ്സ് ആണ്. അതുപോലെ മെഷീനറി, ആ ബിസിനസ്സിന് വേണ്ട ഐറ്റംസ്, പ്രോഡക്ട്സ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് കുറെ മെഷീൻസ് ഒക്കെ ആവശ്യമാണ്. ആ പ്ലാന്റ് ആൻഡ് മെഷീനറി ഈ എൻറ്റിറ്റിയുടെ അസറ്റ്സ് ആണ്. പിന്നെ ആ എൻറ്റിറ്റിയുടെ കയ്യിലുള്ള ക്യാഷോ അല്ലെങ്കിൽ ബാങ്കിലുള്ള എമൗണ്ടോ അതും ഒക്കെ അസറ്റ് ആണ്. They are used in the operations of business and provide economic benefit to the organization. അപ്പോൾ ഒരു റിസോഴ്സ് എൻറ്റിറ്റിയുടെ അസറ്റ് ആവണമെങ്കിൽ അത് ബിസിനസിന്റെ ഓപ്പറേഷൻസിന് വേണ്ടിയായിരിക്കണം യൂസ് ചെയ്യുന്നത്. അതുപോലെ they should provide economic benefit to the organization. എക്കണോമിക് ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? എന്തെങ്കിലും ഒരു സാമ്പത്തിക നേട്ടം ഉണ്ടാവണം ആ അസറ്റ് കൊണ്ട് ആ ഓർഗനൈസേഷന്. ഫോർ എക്സാമ്പിൾ, മെഷീനറിയുടെ കാര്യം എടുക്കാം. മെഷീനറി എങ്ങനെയാണ് ഒരു എൻറ്റിറ്റിയുടെ അസറ്റ് ആവുന്നത്? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഗുഡ്സ് പഠിച്ചു. ഗുഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ ഒരു ചെയർ മാനുഫാക്ചറിങ് ആൻഡ് സെല്ലിംഗ് യൂണിറ്റ് ആണെങ്കിൽ അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ചെയർ ആണ്. അതാണ് ഗുഡ്സ് എന്ന് പറയുന്നത്. അതുപോലെ ഇപ്പോൾ ഒരു കാർ മാനുഫാക്ചറിങ് യൂണിറ്റ് ആണെങ്കിൽ ആ കാർസ് ആണ് അവർ ഉണ്ടാക്കുന്നത്, അതാണ് അവരുടെ ഗുഡ്സ്. അപ്പൊ ഈ മെഷീൻ യൂസ് ചെയ്താണ് ആ ഓർഗനൈസേഷൻ ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആ ഗുഡ്സ് സെല്ല് ചെയ്യുമ്പോൾ ക്യാഷ് കിട്ടും. അങ്ങനെ ആ ഓർഗനൈസേഷന് ഒരു സാമ്പത്തിക നേട്ടം ഉണ്ടാവുന്നുണ്ട്. അതാണ് അസറ്റ്സ് പ്രൊവൈഡ് എക്കണോമിക് ബെനിഫിറ്റ് ടു ദ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? അപ്പൊ ഈ അസറ്റ്സ് ഒരു എൻറ്റിറ്റിയുടെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിൽ എങ്ങനെ കാണിക്കുന്നുള്ളത് നോക്കാം. ആസ് ഓൺ എ പെർട്ടിക്കുലർ ഡേ എൻറ്റിറ്റിക്ക് എത്ര ആസ്തിയും ബാധ്യതയും ഉണ്ടെന്ന് കാണിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് ബാലൻസ് ഷീറ്റ്. അപ്പൊ റൈറ്റ് സൈഡിൽ അസറ്റ്സ് എന്ന് കാണിക്കുന്നിടത്ത് നമ്മൾ എൻറ്റിറ്റിയുടെ എല്ലാ ആസ്തികളും ലിസ്റ്റ് ചെയ്യും. ബിൽഡിംഗ് എത്ര രൂപയ്ക്കാണ്, മെഷീനറി എത്ര രൂപയ്ക്കാണ്, ക്യാഷ് എത്ര രൂപയ്ക്കാണെന്ന്. അതുപോലെ ലെഫ്റ്റ് സൈഡിൽ എല്ലാ ലയബിലിറ്റീസും ലിസ്റ്റ് ചെയ്യും. അതാണ് ബാലൻസ് ഷീറ്റ്. അസറ്റ്സിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് കറന്റ് അസറ്റ്സ്, മറ്റേത് നോൺ കറന്റ് അസറ്റ്സ്. ഇപ്പൊ കറന്റ് അസറ്റ്സ്, അസറ്റ്സ് ദാറ്റ് ആർ ഹെൽഡ് ഇൻ ദ ബിസിനസ് ഫോർ 1 operating year or less than 12 months. അസറ്റ്സ് ബിസിനസ് ഹോൾഡ് ചെയ്യുന്നത് പല കാലങ്ങളിലേക്കായിരിക്കും. ചിലത് 12 months താഴെ ഹോൾഡ് ചെയ്യുള്ളൂ, ചിലത് അതിന്റെ മുകളിൽ ഹോൾഡ് ചെയ്യും. അപ്പോൾ വിച്ച് ആർ ഹെൽഡ് ഇൻ ദ ബിസിനസ് ഫോർ ലെസ് ദാൻ 12 monthsനെയാണ് നമ്മൾ കറന്റ് അസറ്റ്സ് എന്ന് പറയുന്നത്. They can be converted into cash very easily. അതിനെ ക്യാഷിലേക്ക് കൺവേർട്ട് ചെയ്യാൻ എളുപ്പം പറ്റും. ഇപ്പം നിങ്ങൾക്ക് കുറച്ച് ഷെയർസ് ഉണ്ടെന്ന് വിചാരിക്കുക. കുറെ കമ്പനിയുടെ ഷെയർസ് ഒക്കെ എല്ലാവരും കേട്ടിട്ടുണ്ടാവുമല്ലോ. അത് ഇന്ന് സെല് ചെയ്യണമെന്ന് വിചാരിച്ചാൽ ഇന്നും നമുക്ക് എളുപ്പത്തിൽ സെല് ചെയ്ത് അത് ക്യാഷിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള അസറ്റ്സ് ആണ് കറന്റ് അസറ്റ്സ് എന്ന് പറയുന്നത്.
അടുത്ത ക്ലാസിഫിക്കേഷൻ നോൺ കറന്റ് അസറ്റ്സ്. Assets that give long-term benefit to the business for more than one operating year or more than 12 months. അപ്പോൾ ഈ അസറ്റ്സ് എൻറ്റിറ്റിക്ക് ലോങ് ടേം ബെനിഫിറ്റ്സ് കൊടുത്തുകൊണ്ടിരിക്കും 12 മന്ത്സിനേക്കാളും കൂടുതൽ. അങ്ങനെയുള്ള അസറ്റ്സിനെയാണ് നോൺ കറന്റ് അസറ്റ്സ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ മെഷീനറി. നേരത്തെ പറഞ്ഞു ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന മെഷീൻ ഉണ്ട്. ആ മെഷീൻസ് നമുക്ക് ഒരു കൊല്ലത്തേക്ക് മാത്രമേ അതുകൊണ്ട് ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ല, ഒരു 10-15 കൊല്ലത്തേക്ക് ആ സെയിം മെഷീൻ യൂസ് ചെയ്ത് നമുക്ക് ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യാം. അങ്ങനെയുള്ള അസറ്റ്സിനെയാണ് നോൺ കറന്റ് അസറ്റ്സ് എന്ന് പറയുന്നത്. കാരണം അത് ലോങ് ടേം ബെനിഫിറ്റ് കൊടുക്കുന്നുണ്ട് ആ എൻറ്റിറ്റിക്ക്. ദിസ് കാൺ ബി കൺവേർട്ടഡ് ഇൻ ടു ക്യാഷ് വെരി ഈസിലി. ഇത് പെട്ടെന്ന് നമുക്ക് ക്യാഷ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല. എക്സാമ്പിൾ ലാൻഡ് ആൻഡ് ബിൽഡിംഗ്. ഇപ്പം നിങ്ങൾക്കൊരു ബിൽഡിംഗ് ഉണ്ടെന്ന് വിചാരിക്കുക, അത് നിങ്ങൾക്ക് സെല്ല് ചെയ്യണം. പെട്ടെന്ന് ഇന്ന് തന്നെ പോയി സെല്ല് ചെയ്ത് ക്യാഷ് മേടിച്ചുകൊണ്ട് വരാൻ പറ്റുമോ? ഇല്ല. അതിനൊരു ബയറിനെ കണ്ടുപിടിക്കണം. അതിന് കുറേ ഡോക്യുമെന്റ് രജിസ്ട്രേഷൻ ഒക്കെ ഫോർമാലിറ്റീസ് ഉണ്ട്. അത് കഴിഞ്ഞിട്ടൊക്കെ ക്യാഷ് കിട്ടുകയുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള അസറ്റ്സ് ആണ് നോൺ കറന്റ് അസറ്റ്സ്. അടുത്തത് ലയബിലിറ്റീസ്. Liabilities are obligations or debts that an enterprise has to pay at some time in the future. അപ്പോൾ ഫ്യൂച്ചറിൽ എൻറ്റിറ്റി പേ ചെയ്യാനുള്ള എല്ലാ ഓബ്ലിഗേഷൻസിനെയും നമ്മൾ ലയബിലിറ്റീസ് എന്ന് പറയും. എക്സാമ്പിൾ ലോൺ ടേക്കൺ, ക്രെഡിറ്റേഴ്സ് എക്സെട്ര. ഇപ്പോൾ എൻറ്റിറ്റി ബാങ്കിൽ നിന്നൊരു ലോൺ എടുത്തിട്ടുണ്ടെന്ന് വെക്കാം, ഒരു 30 lakhs ലോൺ. അത് നമ്മൾ എല്ലാ മാസവും ഒരു 30,000 വെച്ച് പേ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഫ്യൂച്ചറിൽ ആ എൻ്റർപ്രൈസിന് ഇത് പേ ചെയ്യാനുള്ള ബാധ്യത ഉണ്ട്. അങ്ങനെയുള്ളതിനെയാണ് ലയബിലിറ്റീസ് എന്ന് പറയുന്നത്. അപ്പം ലയബിലിറ്റീസ് നമ്മൾ ബാലൻസ് ഷീറ്റിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ലയബിലിറ്റീസിൻ്റെ അടിയിൽ ബാങ്ക് ലോൺ, ക്രെഡിറ്റേഴ്സ് എന്നൊക്കെ പറഞ്ഞ് ഇത്ര എമൗണ്ട് ഉണ്ടെന്ന് കാണിക്കണം. അസറ്റ്സിൻ്റെ കാര്യം പറഞ്ഞ പോലെ ലയബിലിറ്റീസും 2 തരമുണ്ട്, കറന്റ് ആൻഡ് നോൺ കറന്റ് ലയബിലിറ്റീസ്. അപ്പോൾ കറന്റ് ലയബിലിറ്റീസ് എന്ന് പറഞ്ഞാൽ ഷോർട്ട് ടേം ലയബിലിറ്റീസ് പേയബിൾ വിത്തിൻ എ ഇയർ. അത് ഒരു കൊല്ലത്തിനകം പേ ചെയ്ത് തീർക്കേണ്ട ബാധ്യതകളാണ്. കറന്റ് ലയബിലിറ്റീസ് അറൈസ് ആസ് പാർട്ട് ഓഫ് റെഗുലർ ഓപ്പറേഷൻസ് ഓഫ് ദ ബിസിനസ്. അപ്പോൾ ഒരു ബിസിനസിന്റെ റെഗുലർ ഓപ്പറേഷൻസ്, ബൈയിങ് ഗുഡ്സ്, സെല്ലിംഗ് ഗുഡ്സ്, അങ്ങനെയുള്ള റെഗുലർ ഓപ്പറേഷൻസിന്റെ ഭാഗമായിട്ട് വരുന്നതാണ് കറന്റ് ലയബിലിറ്റീസ്. എക്സാമ്പിൾ ഷോർട്ട് ടേം ലോൺസ്, ക്രെഡിറ്റേഴ്സ് എക്സെട്ര. ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ആരാന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. ഗുഡ്സ് നമ്മൾ ക്രെഡിറ്റിൽ പർച്ചേസ് ചെയ്യുന്നു, അവർക്ക് ഇനി ഫ്യൂച്ചറിൽ പൈസ എൻറ്റിറ്റി കൊടുക്കാനുണ്ട്. അങ്ങനെയുള്ള ലയബിലിറ്റീസ് ആണ് കറന്റ് ലയബിലിറ്റീസ്. അടുത്തതാണ് നോൺ കറന്റ് ലയബിലിറ്റീസ്. ലയബിലിറ്റീസ് പേയബിൾ ആഫ്റ്റർ എ ഇയർ. കറന്റ് ലയബിലിറ്റീസ് നമ്മൾ കണ്ടു, അത് 12 മന്ത്സിനകം പേ ചെയ്യേണ്ട ബാധ്യതകളാണ് കറന്റ് ലയബിലിറ്റീസ്. 12 മന്ത്സിന്റെ കഴിഞ്ഞിട്ട് പേ ചെയ്യേണ്ട ബാധ്യതകളാണ് നോൺ കറന്റ് ലയബിലിറ്റീസ്. ദേ ആർ ദ മേജർ സോഴ്സ് ഓഫ് ഫണ്ട്സ് ഫോർ ബിസിനസ്. ഇപ്പൊ കറന്റ് ലയബിലിറ്റീസ് നമ്മൾ കണ്ടു, ചെറിയ എമൗണ്ട്സ് ഒക്കെ ആയിരിക്കും ക്രെഡിറ്റേഴ്സിന് കൊടുക്കുന്നത്. പക്ഷെ മേജർ ഫണ്ട്സ് ഇല്ലേ ഇവരുടെ ബിസിനസ്സിന് വേണ്ടിയിട്ടുള്ള, അതെല്ലാം നോൺ കറന്റ് ലയബിലിറ്റീസ് ആയിരിക്കും. കാര്യം അതൊരു ലോങ് പീരീഡ് ഓഫ് ടൈമിൽ നമ്മൾ പേ ചെയ്ത് തീർത്താൽ മതി. എക്സാമ്പിൾ ലോങ് ടേം ലോൺസ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ബാങ്കിൽ നിന്ന് നമ്മളൊരു ലോൺ എടുക്കുകയാണ് ഒരു വലിയ എമൗണ്ട്, ഒരു 30 lakh 50 lakh ഒക്കെ. അത് നമ്മൾ എല്ലാ മാസവും ഒരു ചെറിയ എമൗണ്ട് ആയിട്ട് 30,000 40,000 വെച്ചിട്ട് കുറേ നാളുകളും ഉണ്ട്, ഒരു 10 കൊല്ലോ 12 കൊല്ലോ ഒക്കെ കൊണ്ട് പേ ചെയ്ത് തീർത്താൽ മതി. അങ്ങനെയുള്ള ലയബിലിറ്റീസ് ആണ് നോൺ കറന്റ് ലയബിലിറ്റീസ്. ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. അതുപോലെ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു.